ഹലോ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഞാൻ 1 വീക്ക് എൻ്റെ വെയിറ്റ് ലോസ് ജേണി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നല്ല രീതിക്ക് തന്നെ പോയി. ആദ്യം കുറച്ച് ശാരീരിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അത് ഷുഗർ കട്ട് ചെയ്തതിൻ്റെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് നോക്കിയപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 145.3 ആയിരുന്നു. ഞാൻ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് ഡേ നോക്കിയപ്പം 144.9 ആയിരുന്നു. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു, ഞാനിനി 1 വീക്ക് കഴിഞ്ഞിട്ടേ അപ്ഡേറ്റ് ചെയ്യുള്ളൂ എൻ്റെ വെയിറ്റ് എന്നൊക്കെ. പക്ഷേ എനിക്ക് സെക്കൻഡ് ഡേ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേ ഞാൻ വെയിറ്റ് നോക്കി, അപ്പം 144 ആയിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഒരു വലിയ ന്യൂസ് പറയാനാണ് മെയിനായിട്ട് ഞാൻ നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിയപ്പം 141.9 ആയിരുന്നു എൻ്റെ വെയിറ്റ്. അപ്പം ഈ ഒരു വീക്ക് കൊണ്ട് നല്ല വ്യത്യാസം എനിക്കുണ്ടായി. എൻ്റെ ഈ ഒരു 1 വീക്കിലെ ജേണിയിൽ എൻ്റെ ടോട്ടൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് 3 kg ആണ്. സ്റ്റാർട്ടിങ്ങിൽ 144.9 ആയിരുന്നു. ഇപ്പം ഞാൻ കറന്റ് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 141.9 ആണ്. ടോട്ടൽ വെയിറ്റ് ലോസ് വന്നേക്കുന്നത് 3 kg ആണ്. അപ്പം എല്ലാവരും എൻ്റെ പഴയ വെയിറ്റും പുതിയ വെയിറ്റും നോക്കിക്കോളൂ. ഇതാണ്. അപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്ത കുറേ പേരുണ്ട്. നിങ്ങളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങളുടെ കറന്റ് വെയിറ്റ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണോ എന്ന്. അല്ല, ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ല ചെയ്യുന്നത്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പയ്യെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒറ്റയടിക്ക് കാർബ് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും വെയിറ്റ് ഉണ്ട്. പയ്യെ ഞാൻ എല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്. മൊത്തത്തിൽ ചോറ് നിർത്തിയിട്ടില്ല. കാരണം കാർബ് ഇൻടേക്ക് നമ്മൾ എടുക്കണമല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചും മെയിലായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശത്തോടാണ് എല്ലാവരും ചോദിക്കുന്നതെന്ന് അറിയാം. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്നുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഈ ഒരു 1 വീക്ക് കൊണ്ട് എനിക്കൊരു 3 kg ലോസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പം നമുക്കതിനൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ആയിരിക്കും മുൻപോട്ടേക്ക് പോകാൻ വേണ്ടി തന്നെയുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നും വെയിങ് മെഷീനിൽ നിങ്ങൾക്കൊന്നും വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഏതെങ്കിലും ഇട്ട് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ച് ലോസ് ഉണ്ടാവാം. ചിലർക്ക് വെയിറ്റിന്റെ നമ്പർ കുറയണമെന്നില്ല, പക്ഷെ അവർക്ക് ഇഞ്ച് ലോസ് വന്നിട്ടുണ്ടാവാം. എനിക്ക് ഇഞ്ച് ലോസും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുൻപോട്ടേക്കും എനിക്ക് ഇങ്ങനെ തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എൻ്റെ സെക്കൻഡ് വീക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. എൻ്റെ ഇനിയുള്ള വെയിറ്റ് ഞാൻ 1 വീക്ക് കഴിഞ്ഞ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പം വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരും ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളവരും ആരും ഒട്ടും വൈകണ്ട, മുൻപോട്ടേക്ക് തന്നെ പോയിക്കൊള്ളുക. നമുക്കൊരു നാൾ നമ്മുടെ ടാർഗറ്റ് വെയിറ്റിൽ നമുക്ക് എത്താൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊള്ളുക. ഉറപ്പായിട്ടും നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാവും. അപ്പം നമുക്കിനി കാണാം കേട്ടോ. ഓക്കെ, ബൈ.